യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക സഹകരണം പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പടിഞ്ഞാറൻ റഷ്യയിൽ ഉത്തര കൊറിയയുടെ പ്രത്യേക മിസൈൽ യൂണിറ്റുകൾ യുക്രൈനെ ലക്ഷ്യമിട്ട് വിന്യാസം ആരംഭിച്ചതായി യുക്രൈൻ സൈനിക രഹസ്യാന്വേഷണ വിഭാഗമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 120 ബലിസ്റ്റിക് മിസൈലുകളും 6 ലോഞ്ചറുകളുമായാണ് ഈ യൂണിറ്റ് സജ്ജമാകുന്നത്. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക സഹകരണം കേവലം ആയുധ കൈമാറ്റത്തിനപ്പുറം സംയുക്ത സൈനിക നീക്കങ്ങളിലേക്ക് വളരുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് എന്ന വിലയിരുത്തലുകളുമുണ്ട്. വോറോനെഷ് മേഖലയിലെ റഷ്യയുടെ 112ാമത് മിസൈൽ ബ്രിഗേഡിന്റെ ഭാഗമായാണ് 90ഓളം വരുന്ന ഉത്തര കൊറിയൻ സൈനിക ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിനകം തന്നെ 40 പുതിയ KN-23, 24 ബലിസ്റ്റിക് മിസൈലുകൾ ഉത്തര കൊറിയ റഷ്യയിലേക്ക് അയച്ചതായും വിവരങ്ങളുണ്ട്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഉന്നതതല ചർച്ചകളിൽ ഈ സൈനിക വിന്യാസത്തിന്റെ കൃത്യമായ രൂപരേഖയും മിസൈലുകളുടെ എണ്ണവും സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലെ പോരായ്മകൾ മുതലെടുക്കാനാണ് റഷ്യ ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ബലിസ്റ്റിക് മിസൈലുകളെ വെടിവെച്ചിടുക എന്നത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വലിയ വെല്ലുവിളിയാണ്. വരാനിരിക്കുന്ന ശൈത്യകാലത്ത് രാജ്യത്തെ ഊർജ്ജ നിലയങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ കനത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്ന ആശങ്കയും യുക്രൈനുണ്ട്. അമേരിക്കൻ നിർമ്മിത പേട്രിയറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഇത്തരം മിസൈലുകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കൂ. എന്നാൽ പേട്രിയറ്റ് സഹായം US നിർത്തിവെച്ചിട്ട് മാസങ്ങളായി. USന്റെ പക്കലുള്ള പേട്രിയറ്റ് എല്ലാം ഇപ്പോൾ പോകുന്നത് ഗൾഫിലെ സേനാ താവളങ്ങളിലേക്കും സഖ്യ രാജ്യങ്ങളിലേക്കുമാണ്. ഇറാനുമായുള്ള പോരാട്ടത്തിൽ ഉപയോഗിക്കാനാണ് ഈ നീക്കം. ഉത്തര കൊറിയയുടെ KN-23, 24 മിസൈലുകൾ റഷ്യയുടെ ഇസ്കന്ദർ മിസൈലുകളെക്കാൾ വലുതും ദൂരപരിധി കൂടുതലുള്ളവയുമാണെങ്കിലും അവയുടെ കൃത്യത കുറവാണെന്നാണ് യുക്രൈൻ സൈനിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതുമൂലം സിവിലിയൻ മേഖലകളിൽ വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ആഴ്ച യുക്രൈനിലെ രാദുഷ്നെ ഗ്രാമത്തിൽ നടന്ന ഉത്തര കൊറിയൻ മിസൈൽ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർ കൊല്ലപ്പെട്ടെന്നാണ് യുക്രൈൻ അധികൃതർ പറയുന്നത്. മിസൈലുകൾക്ക് പുറമെ ദശലക്ഷക്കണക്കിന് ആർട്ടിലറി ഷെല്ലുകളും ഉത്തര കൊറിയ റഷ്യയ്ക്ക് കൈമാറി. കൂടാതെ 14,000 ഉത്തര കൊറിയൻ സൈനികരെ കുർസ്ക് മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും അവർ നിലവിൽ നേരിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നുമുണ്ട്. 2024 ഇരു രാജ്യങ്ങളും ഒപ്പിട്ട പ്രതിരോധ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സൈനിക സഹകരണം ഇപ്പോൾ ശക്തമാക്കുന്നത്. റഷ്യൻ സൈന്യത്തെ സഹായിക്കാൻ 30,000 ഉത്തര കൊറിയൻ സൈനികരെ എത്തിക്കാൻ ശ്രമിക്കുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു. വെറോനെഷ് മേഖലയിൽ ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉത്തര കൊറിയയുടെ നേരിട്ടുള്ള സൈനിക പങ്കാളിത്തം യുദ്ധത്തിന്റെ ഗതി മാറ്റാനും അത് ആഗോളതലത്തിൽ പുതിയ സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്താനും സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഈ നീക്കത്തിന് കഴിയും. അതേസമയം റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും ന്യൂയോർക്കിലെ ഉത്തര കൊറിയൻ ദൗത്യവും ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ഈ വിഷയത്തിൽ നൽകിയിട്ടില്ല. അതിനാൽ ഈ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള അന്തിമ സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും യുക്രൈന്റെ രഹസ്യാന്വേഷണ വിഭാഗം തങ്ങളുടെ വിലയിരുത്തലുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും യുക്രൈനെ പ്രതിസന്ധിയിലാക്കി റഷ്യയുടെ മിസൈൽ ഡ്രോൺ പ്രഹരം ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങളിൽ തലസ്ഥാനമായ കീവിൽ 17 പേരുൾപ്പെടെ ആകെ 21 മരണമാണ് യുക്രൈൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 40-ലേറെ പേർക്ക് പരിക്കേറ്റു. പ്രമുഖ റീറ്റെയിൽ കമ്പനികളുടെ വെയർഹൌസുകളും ലോജിസ്റ്റിക് കേന്ദ്രങ്ങളുമായിരുന്നു ആക്രമണങ്ങൾ നടന്ന സ്ഥലങ്ങൾ. കീവിലെ ബ്രോവറിയിലുള്ള റെയിൽവേ സ്റ്റേഷനിലും മിസൈൽ പതിച്ചു. 3 ദശലക്ഷത്തിലധികം ജനങ്ങളുള്ള കീവിലെ 7 വ്യത്യസ്ത ഇടങ്ങളിലാണ് റഷ്യൻ മിസൈൽ പതിച്ചത്. മണിക്കൂറുകളോളമാണ് തലസ്ഥാനത്ത് വ്യോമാക്രമണ മുന്നറിയിപ്പ് നീണ്ടുനിന്നത്. പേട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ മരണവും നാശനഷ്ടവും ഒഴിവാക്കാമായിരുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. റഷ്യക്കെതിരെ പോരാടാൻ US ഉൾപ്പെടെ സഖ്യരാഷ്ട്രങ്ങൾ യുക്രൈന് ആയുധ സഹായം നൽകുന്നത് ഗണ്യമായി കുറഞ്ഞിരിക്കെയാണ് സെലൻസ്കി ഇക്കാര്യം എടുത്തു പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.